മിക്കവാറും പെരകളൊക്കെ ഇവിടെ സ്ഥാനം നോക്കി വെക്കണം. അതിന് കാരണം എന്താണെന്നറിയില്ല. ഫാദറും സ്ഥാനം നോക്കി വെച്ചാൽ 2 സ്ഥാനക്കാരും ഒന്നൊന്നും അറിഞ്ഞു. കൊച്ചുപാപ്പ കൊണ്ടുവന്നൊരു സ്ഥാനക്കാരനും പിന്നെ ഒരു വാരിയർ. അയ്യോ, ഇവിടെ നിന്നുള്ള പെരുമ്പാവൂരപ്പുറം നിന്ന് വാരിയർ, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. 2 സ്ഥാനക്കാർ വന്നു. അതിൽ മറ്റേ ഇയാൾ വന്നുവെച്ച് ഈ കൊരത്തുകുടിയിൽ നോക്കിയതാണെന്നത്. കൊരത്തുകുടിയിൽ നോക്കി വെച്ചാൽ അപ്പുറം സൈഡിൽ ഉറവറ്റത്തേക്കാരുടെ പറമ്പിലേക്ക് നോക്കി വെച്ച് പറഞ്ഞു അവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സർപ്പം അപ്പോൾ ഫാദർ പറഞ്ഞു സർപ്പക്കാവ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ സർപ്പത്തെ ഇടിപ്പിച്ചിട്ടു. അത് പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല എന്ന് ഞാൻ കണ്ടു. അതിൻ്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരിക്കും മനസ്സിലായെന്നറിയില്ല. കാരണം അവിടെ സർപ്പക്കാവൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പാപ്പച്ചൻ കൊച്ചുപിൻ്റെ ഓർമ്മയില്ല, അവർ സർപ്പക്കാവ് പണ്ടുണ്ടായിരുന്നു പറഞ്ഞു അവിടെ. അതൊക്കെ കളഞ്ഞിട്ട് അവർ ഏതാണ്ട് നമ്പൂതിരിമാരെ എവിടെ നിന്നെങ്ങാണ്ട് പർവ്വത്തുനിന്നോ എങ്ങാണ്ടെന്ന് കൊണ്ടുവന്ന്, പർവ്വത്തുനിന്നാണ് എവിടെ നിന്നാണ് അറിയില്ല, നമ്പൂതിരിമാരെ കൊണ്ടുവന്ന് അവർ സർപ്പത്തെ ഇടിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുവാൻ 2020 സ്ഥാനാർത്ഥികളെ മാങ്ങ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത്തവണ 2020 ഉണ്ട് ഇവിടെ ഒരു തേർഡ് ഫോഴ്സ് ആയിട്ട്. മറ്റത് കോൺഗ്രസും മറ്റേ CPM ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിനെ കൊണ്ട് കോൺഗ്രസ്സുകാരെ നമ്മളെ പണ്ട് ലാത്തി ചാർജ് ചെയ്തു. CPM-കാരല്ലേ പിന്നെ ഡി കമ്പനിയായിട്ട് കൂടി നമ്മളെ ലാത്തി ചാർജ് ചെയ്തു. അവന്മാർക്കിടയിൽ നിന്ന് കാശ് മേടിച്ച് കോൺഗ്രസ് പാർട്ടി. ഈ CPM-കാർ നമ്മളെ ഹോട്ടലിൽ വിഷം കൊടുത്ത് 2 തവണ കൊല്ലാൻ നോക്കി. CPM-കാരും ഡി കമ്പനിയും കൂടെയും കൂടി. അപ്പോൾ രണ്ടും നമുക്ക് ഗുണമാണ്. 2020 എങ്കിൽ 2020 ഭരിക്കണ രണ്ടും നമുക്ക് ഗുണമല്ല. ഒരുത്തൻ നമ്മളെ ലാത്തി ചാർജ് ചെയ്ത് മാറ്റവും നമുക്ക് വിഷം നിന്നു. പിന്നെ ഇപ്പോൾ അടുത്ത പരിചയക്കാർ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ വോട്ട് കൊടുക്കും. അത് പാർട്ടി നോക്കിയല്ല, വ്യക്തി നോക്കി കൊടുക്കണം. ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ വോട്ട് കൊടുക്കാറുണ്ട്. അത് പാർട്ടി നോക്കിയല്ല, വ്യക്തി നോക്കിയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ നിൽക്കണമെങ്കിൽ വോട്ട് കൊടുക്കും. അത്തരം പാർട്ടി ലെവൽ നോക്കിയല്ല കൊടുക്കണം, ആളുകൾ നോക്കി കൊടുക്കണം. അത് പാർട്ടിയായിട്ടൊരു ബന്ധമില്ല. നമുക്ക് ചോയ്സ് ഭയങ്കര മോശം അവിടെ. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ട് ലാത്തി ചാർജ് ചെയ്ത പാർട്ടികൾ, ഡി കമ്പനിയുടെ കൂടെ കാശ് മേടിച്ച് നമ്മളെ ലാത്തി ചാർജ് ചെയ്ത പാർട്ടി. മറ്റേ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി കമ്പനിയുടെ കൂടെ കൂടി കൊള്ളുന്ന നമ്മുടെ ലൊക്കേഷനൊക്കെ രഹസ്യ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഡി കമ്പനിക്ക് ചോർത്തി കൊടുത്ത് നമ്മളെ ഹോട്ടലിൽ വെച്ച് 2 തവണ വിഷം കൊടുത്ത പാർട്ടികൾ. അതാണ് CPM. ഇപ്പോൾ രണ്ടും നമുക്ക് മോശം.